ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ വേണ്ടി ഞാനും നിങ്ങളെ കിടക്കുമ്പോ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പിരിയുന്ന സമയത്ത് അല്ലാഹുവിന്റെ മാലാഖമാരെ കടന്നു വരണം. ആ മാലാഖമാരെ കടന്നു വന്ന് നമ്മളോട് പറയണം. എന്താ പറയേണ്ടത്? യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുന്തും തഅമലൂൻ. എന്താണ് മാലാഖമാര് പറയേണ്ടത്? പെങ്ങളെ, സഹോദരിമാരെ, മലക്കുകൾ പറയേണ്ടത് എന്താണ്? സലാമുൻ അലൈക്കും, അല്ലാഹുവിന്റെ സമാധാനം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. എങ്ങനെയാണോ ഖദീജ ബീവിയോട് സലാം പറഞ്ഞത്, എങ്ങനെയാണോ ഖദീജ ബീവിക്ക് സലാം കിട്ടിയത്, അതേ സലാമിന്റെ കക്കാടുള്ള കണ്ണൂരുള്ള പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് ലഭിക്കണമെങ്കിൽ എന്താണ് നാം ചെയ്യേണ്ട കാര്യമെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലദീന തതവഫാഹുമുൽ മലായികത്തു ത്വയ്യിബീൻ. എനിക്കും നിങ്ങൾക്ക് ത്വയ്യിബീങ്ങളായി മരിക്കാൻ കഴിയണം. ത്വയ്യിബാത്തുകളായി നിങ്ങൾക്ക് മരിക്കാൻ കഴിഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, അവർക്ക് മാത്രം ലഭിക്കുന്ന പുണ്യമാണ് അല്ലാഹു പറഞ്ഞത്. എന്താണ് ചെറുപ്പക്കാരാ ത്വയ്യിബീൻ എന്ന് പറഞ്ഞാൽ? എന്താണ് പെങ്ങളെ ത്വയ്യിബാത്ത് എന്ന് പറഞ്ഞാൽ? ഏതാണ് ത്വയ്യിബാത്ത്, ഏതാണ് ത്വയ്യിബീൻ എന്ന് പഠിക്കണേ. മുഴുവൻ മുഫസ്സിരീങ്ങളും പറഞ്ഞതെന്തെന്നറിയോ? സാഖിയത്തുൽ അഖ്വാലി വൽ അഫ്ആൽ. ത്വയ്യിബീൻ എന്ന് പറഞ്ഞാൽ വാക്കും പ്രവൃത്തിയും ശുദ്ധമാകലാണ്, വാക്കും പ്രവൃത്തിയും നന്നാകലാണ്, വാക്കും പ്രവൃത്തിയും നന്നാകലാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നായാ നമ്മൾ ത്വയ്യിബീങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളുടെ നാവ് നന്നായാ നിങ്ങൾ തയ്യിബാത്താണ്. നിങ്ങളുടെ വാചകങ്ങൾ നന്നായാ നിങ്ങൾക്ക് തയ്യിബാത്തുകളിൽ പെടാൻ കഴിയുന്നവരാണ്. സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുവന്നു പോകുന്ന പ്രധാനപ്പെട്ട അവയവം ഏതാണ്? ഏതാണ്? ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. മലക്കുകൾ വന്നിട്ട് ത്വയ്യിബീങ്ങളോട് പറയുമത്രേ മരിക്കാനേരത്ത് എന്ന് പറഞ്ഞാൽ വാക്കും പ്രവൃത്തിയും നന്നാക്കി ഒരുത്തനോട് മലക്ക് പറയുന്നത് ഉദ്ഖുലുൽ ജന്നത ബിമാ കുന്തും തഅമലൂൻ. നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ കാരണമായി സ്വർഗത്തിൽ നിങ്ങൾ കടന്നു പോവുക. കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സുഖലോലുപ സ്വർഗത്തിൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുമായി മടങ്ങി പോകണമെന്ന് മാലാഖമാര് പറയണമെങ്കിൽ നമ്മുടെ വാക്കും പ്രവൃത്തിയും നന്നാകണ്ട. പ്രിയപ്പെട്ട പെങ്ങളെ, പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പറയാൻ കഴിയില്ല. പക്ഷേ ഞാനും നിങ്ങളും പ്രവൃത്തിയിൽ സൂക്ഷ്മതയുള്ളവരാകാം. എന്റെയും നിങ്ങളുടെയും പ്രവർത്തനങ്ങള് അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാകാം. പക്ഷെ സഹോദരങ്ങളെ, വാക്ക് നന്നാകുന്നില്ല, വാക്ക് ശുദ്ധിയാകുന്നില്ല, വാക്ക് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾക്കറിയോ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു യമനിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എവിടെയാണ് പോകുന്നത്? ഏതെങ്കിലും ഒരു വാർഡ് ഭരിക്കാനല്ല, ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഭരിക്കാനല്ല, ഏതെങ്കിലും ഒരു നാട് ഭരിക്കാനല്ല, ഒരു ജില്ല ഭരിക്കാനല്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു യമനിന്റെ ഭരണാധികാരിയായി യമനിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ യമനിന്റെ ഭരണാധികാരിയായി ചാർജ് എടുക്കുകയാണല്ലോ. അതുകൊണ്ട് ഔസിനി യാ റസൂലല്ലാഹ്, എന്തെങ്കിലും ഒരു വസിയത്ത് എനിക്ക് തരണമെന്ന് പറഞ്ഞ മുആദ് ബിൻ ജബൽ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലോട്ട് കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണേ. ആദരവായ പ്രവാചകനിൽ നിന്ന് കേൾക്കാൻ വേണ്ടി കുറിച്ച ഉപദേശം എന്തെന്നറിയോ? രാജ്യത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കു പോവുകയാ. ആ രാജ്യത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തു പോകുമ്പോൾ എല്ലാവരോടും നീതിയോടെ പ്രവർത്തിക്കണമെന്നല്ലേ റസൂൽ പറയുക? അതല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുന്ന സമയത്ത് യുദ്ധം നീതിയായിരിക്കണം, നീതിയോടുള്ള യുദ്ധമായിരിക്കണം എന്നല്ലേ റസൂൽ പറയേണ്ടത്? അവിടുത്തെ ആണുങ്ങളോട്, പെണ്ണുങ്ങളോട്, കുഞ്ഞുങ്ങളോട്, വൃദ്ധരോട് മാന്യമായി ഇടപെടണമെന്നല്ലേ നബിതങ്ങൾ പറയേണ്ടത്? അവിടുത്തെ വൃക്ഷലതാദികളെ മുറിച്ചു മാറ്റരുതെന്നല്ലേ റസൂല് പറയേണ്ടത്? അവിടുത്തെ പക്ഷിപ്രവാദികളെ എയ്ത് വീഴ്ത്തരുതെന്നല്ലേ മുത്തുനബി പറയേണ്ടത്? അവിടുത്തെ മൃഗങ്ങളെ പോലും ഉപദ്രവിക്കരുത് എന്നല്ലേ റസൂല് പറയേണ്ടത്? രാജ്യത്തിന്റെ ഭരണത്തിന്റെ നിയമങ്ങളെ പറ്റിയിട്ടല്ലേ റസൂല് പറഞ്ഞു കൊടുക്കുക? പക്ഷെ മുആദ് തങ്ങൾ അതെല്ലാം പ്രതീക്ഷയോടെ റസൂലുള്ളാഹിയോട് ഉപദേശം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? മുആദേ, നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം മുആദ്, നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം മുആദ്.
മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ നിങ്ങൾ എന്തായി പറയുന്നത്? ഞാനൊരു ഭരണാധികാരിയായി പോകുമ്പോ ഇത്രയും നിസ്സാരമായ ഉപദേശമാണോ തരുന്നത്? ആ സമയത്ത് പൊന്നാര നബി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? മുആദേ, ഒരു മനുഷ്യനെ നരകത്തിൽ കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട അവയവം ഏതാണ്? അത് നാവാണ് മുആദ്, നാവാണ് മുആദ്. പെങ്ങളെ, ഞാനും നിങ്ങളും നാവ് നന്നാക്കിയില്ലെങ്കിൽ പടച്ചവനെ തന്നെയാണ് സത്യം നരകത്തിലാണ്. നിസ്കാരമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദാനധർമ്മങ്ങൾ നടത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നോമ്പ് പിടിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കറിയോ, സഹാബാക്കൾ മദീനത്തെ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് നബിയോട് പറയുന്നു, നബിയേ, ഒരു പെണ്ണിനെ ഞങ്ങൾ പരിചയപ്പെടുത്തി തരട്ടെ. 1000 വട്ടം എന്റെ സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, ഈ പറയാൻ പോകുന്ന രീതിയുള്ള ഒരു പെണ്ണ് കക്കാടുണ്ടാകൂല, കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകൂല, കേരളത്തിൽ ഉണ്ടാവുകയില്ല, ഇന്ത്യ രാജ്യത്തുണ്ടാകൂല, ഏഷ്യയിൽ ഉണ്ടാവുകയില്ല. എന്തിനേറെ ഭൂമിക്ക്, ആകാശത്തിന്റെ നാട് ഭൂമിക്ക് മുകളിൽ ഈ പറയപ്പെടുന്ന സ്വഭാവമുള്ള ഒരു പെണ്ണുണ്ടാവുകയില്ല. ആ പെണ്ണിനെ പറ്റിയിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് സഹാബത്ത് പറഞ്ഞു, നബിയേ, ഇന്ന ഫുലാനതന തഖൂമുൽ ലൈല, ഇന്ന പെണ്ണ് രാത്രി മുഴുവനും നമസ്കാരമാണ് നബിയേ. ഏതെങ്കിലും ഒരു ദിവസം എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന കഥയല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും 1-2 ദിവസത്തിൽ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തസ്ബീഹ് നിസ്കരിക്കുന്ന പെണ്ണിന്റെ കഥയല്ല. തഖൂമുൽ ലൈല, രാത്രി ഉറക്കമില്ല നബിയേ. അവൾ രാത്രി ഒരു പോള കണ്ണടയ്ക്കൂല, മുഴുവനും നമസ്കാരമാണ്. അവൾ ഉറങ്ങുകയില്ല. അവളുടെ ശരീരത്തോട് അവൾ പടപൊരുതുകയാണ്, ശരീരത്തെ പരാജയപ്പെടുത്തുകയാ. അവളെ രാത്രി മുഴുവനും നിസ്കരിക്കുന്ന പെണ്ണാ. പകല് മുഴുവനും നോമ്പ് പിടിക്കുന്ന പെണ്ണാണ്, പകല് മുഴുവനും നോമ്പ് പിടിക്കുന്ന പെണ്ണ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെ എന്നെ പോലെ ഏതെങ്കിലും ഒരു റമളാനിൽ നോമ്പ് പിടിക്കുന്നവരല്ല. അതല്ലെങ്കിൽ നിങ്ങളെ പോലെ തിങ്കളോ വേണനോ സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരല്ല. ബറാത്തിനോ റജബിലോ മിഅ്റാജിലോ താസുവക്കോ ആശൂറക്കോ അറഫക്കോ നോമ്പ് പിടിക്കുന്നവരല്ല. ആ പെണ്ണ് പകല് മുഴുവനും നോമ്പ് പിടിക്കുന്ന പെണ്ണാണ്. എല്ലാ പകലുകളിലും അവൾ നോമ്പുകാരിയാണ്. അവളെ ദാനധർമ്മം ചെയ്യുന്ന പെണ്ണാ. അവൾ എന്തും അല്ലാഹുവിന്റെ മാർഗത്തിന് വേണ്ടി ചെലവ് ചെയ്യുന്ന പെണ്ണാണ്. എന്തിനു വേണ്ടി ചോദിച്ചാൽ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കുന്ന പെണ്ണാണ്. അങ്ങനത്തെ പെണ്ണിനെ പറ്റിയിട്ട് മദീനത്തെ മണവാളന്റെ ചാരത്ത് വന്ന് അവിടത്തെ അനുചരന്മാര് പറയുകയാണ്, പക്ഷേ നബിയേ, ഈ പെണ്ണിനൊരു സ്വഭാവ ദൂഷ്യമുണ്ട്. തൂലി ജീറാനഹാ ബിലിസാനിഹാ. ഈ പെണ്ണ് നാവ് കൊണ്ട് അയൽക്കാരെ ചീത്ത പറയുന്ന പെണ്ണാണ്, അയൽക്കാരികളെ ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണാണ്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന പെണ്ണാണ്. അവള് വായ തുറന്നാൽ നാവെടുത്ത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന പെണ്ണാ. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ ചെഞ്ചുണ്ടുകൾ ചലിക്കുകയാ. എന്താ മറുപടി എന്നറിയാനുള്ള പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, ജിജ്ഞാസയോടെ സഹാബത്ത് അവരുടെ കാതുകളും അവരുടെ കണ്ണുകളും റസൂലുള്ളാഹിന്റെ ചുണ്ടിലേക്ക് സമർപ്പിക്കുമ്പോ അവിടെ ഒന്നും ഒഴിഞ്ഞിരുന്നെന്നറിയോ? അവളുടെ നിസ്കാരം അല്ലാഹ്ക്ക് വേണ്ട, അവളുടെ നോമ്പ് അല്ലാഹ്ക്ക് വേണ്ട, അവള് കൊടുത്ത ലക്ഷക്കണക്കിന് രൂപയുടെ ദാനധർമ്മങ്ങൾ അല്ലാഹ്ക്ക് വേണ്ട. അവളും നരകാവകാശിയാണ്, നരകാവകാശിയാണ്, നരകത്തിന്റെ അവകാശിയാണ്. പെങ്ങളെ, നിസ്കാരത്തിന്റെ അഭാവമാണോ, നോമ്പിന്റെ ഏതെങ്കിലും കുറവാണോ, അതല്ലെങ്കിൽ ദാനധർമ്മത്തിന്റെ എന്തെങ്കിലും പോരായ്മയാണോ? അതൊന്നുമല്ലല്ലോ. അവൾ എല്ലാറ്റിലും എ ഗ്രേഡാണ്. പക്ഷെ എവിടെയാണ് പാളിച്ച വന്നത്? എവിടെയാണ് പാളിപ്പോയത്? അവളുടെ നാവ് അവളെ ശുദ്ധിയാക്കുന്നവളല്ല, അവളുടെ നാവ് അവളെ ശുദ്ധീകരിക്കുന്നവളല്ല, അവളുടെ നാവ് അവളെ മോശപ്പെട്ട വർത്തമാനത്തിനു വേണ്ടി വിനിയോഗിച്ച പെണ്ണാണ്. അതുകൊണ്ട് നരകം അവൾക്ക് നിർബന്ധമായി എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മാലാഖമാരുടെ സലാം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ത്വയ്യിബാത്തുകളായി മരിക്കണം, നിങ്ങൾ ത്വയ്യിബീങ്ങളായി മരിക്കണം, ഞാനും ത്വയ്യിബായി മരിക്കണം. സഹോദരങ്ങളെ, ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ സാക്കിയത്തുൽ അഖ്വാലി വൽ അഫ്ആൽ, നമ്മുടെ നാവും നമ്മുടെ പ്രവർത്തനങ്ങളും നന്നാക്കലാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാവും നമ്മുടെ പ്രവർത്തനങ്ങളും നന്നാക്കലാണ്. അങ്ങനെ നന്നാക്കുന്ന ഒരു വിഭാഗം ആളുകൾ മരിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് മലക്കുകൾ ഇറങ്ങി വന്ന് നമ്മളോട് സലാം ചൊല്ലും. അല്ലാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ഒരു നാട്ടില് എല്ലാവരും നല്ലത് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ആള് രക്ഷപ്പെട്ടു. അതാണ് ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ തന്നെ നബി എന്താ പറഞ്ഞത്? നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ചോദിച്ചു. നല്ലവനാ 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 എല്ലാരും അങ്ങനെ പറഞ്ഞു. നബി പറഞ്ഞു വജബത്ത് വജബത്ത് വജബത്ത്. രണ്ടാമതൊരു മോശപ്പെട്ട മനുഷ്യനെ കൊണ്ടുപോയെന്നാണ്. ആ സമയത്ത് നബി ചോദിച്ചു, നിങ്ങൾ ഈ മനുഷ്യനെ പറ്റിയ അഭിപ്രായം എന്താണ്? അദ്ദേഹം വളരെ മോശമായിട്ട് സഹാബത്ത് പറഞ്ഞു. എന്തിനാ നബി അത് പറയുന്നത്? അദ്ദേഹം അങ്ങനാണ് മോശമായ കാര്യങ്ങൾ പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു വജബത്ത് വജബത്ത് വജബത്ത്. എന്താ കാര്യം? ആദ്യം കൊണ്ടുപോയ ആളിന് വജബത്തിൽ ജന്ന, രണ്ടാമത്തെ ആൾക്ക് വജബത്തിന്നാറ്, നരകം നിർബന്ധം, മറ്റേ ആൾക്ക് സ്വർഗം നിർബന്ധം. നമ്മളെ പറ്റി നല്ലത് പറയട്ടെ ആളുകൾ. നമ്മൾ പറയും പടച്ചവരുണ്ടല്ലോ അവൻ നോക്കിയാൽ മതി, വേറെ ആരാ നമ്മളെ നോക്കാൻ? അങ്ങനെ പറ്റൂലെന്നായി പറയുന്നത്. നീ നല്ലവനാണോ മോശപ്പെട്ടവനാണോ? നബി പറഞ്ഞു ഞാനല്ല പറയേണ്ടത്, നിന്റെ അയൽക്കാരനോട് ചോദിച്ചു നോക്ക്. നീ നല്ലവനാണെന്ന് അവൻ പറഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. അപ്പൊ അള്ള മാത്രം നോക്കിയാൽ പോരാ, പടപ്പുകളുടെ നമുക്ക് സർട്ടിഫിക്കറ്റ് തരണം. അതുകൊണ്ട് ആളുകളുടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നന്നായി ജീവിക്കുക. അല്ലാഹുവിന് തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. ആരാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു? ആരംഭപൂവായ പ്രവാചകന്റെ റിസാലത്തിന്റെ പൂമുഖമുണ്ടല്ലോ, ആ പ്രവാചകന്റെ ചുണ്ടുകളുടെ ബറക്കത്ത് എങ്ങനെയാണ്, ചുണ്ടുകളുടെ സൗന്ദര്യം എങ്ങനെയാണ്? സഹോദരങ്ങളെ, ചുവപ്പ് കലർന്ന വെളുത്ത നിറമുള്ള മുത്തുനബിയേ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ പല്ലുകള് എത്ര മനോഹരമാണ്! പല്ലിമുട്ട നിരത്തി വെച്ചതുപോലെ ദന്തനിരകളാണ്. ആ പല്ലിന്റെ മുകളിലത്തെ പല്ലിന്റെ ഒരു ചെറിയ വിടവുണ്ടായിരുന്നെന്നാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മൂക്കിന് നല്ല നീളമുണ്ടായിരുന്നു. ഹബീബായ നബി തങ്ങളുടെ പുരികമെല്ലാം വില്ലൊട്ടതായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടം നല്ല വീതിയുള്ളതായിരുന്നു. ഹബീബായ നബി തങ്ങളുടെ സൗന്ദര്യം വർണ്ണിക്കുന്ന ശമാഇൽ തുർമുദി പോലുള്ള ഗ്രന്ഥങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണേ, അല്ലാഹുവിന്റെ റസൂലിന്റെ സൗന്ദര്യം പോലെ സൗന്ദര്യമുള്ള ഇല്ല, അത്രത്തോളം വരില്ല. നമുക്കറിയാം അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ സൗന്ദര്യം കൊടുത്തത് ഹബീബായ നബി തങ്ങൾക്കാണ്. ആ സൗന്ദര്യം എന്ന് പറയുന്ന സൃഷ്ടി അല്ലാഹു രണ്ടായി പകുക്കുകയാണ്. രണ്ടായി പകുത്തിട്ടതിന്റെ നേരെ പകുതി ഹബീബായ നബി തങ്ങൾക്ക് കൊടുത്തു. നേരെ പകുതിയാണ് സഹോദരങ്ങളെ വീണ്ടും രണ്ടാക്കി. അതിലൊരു ഭാഗമാണ് യൂസുഫ് നബിക്ക് അല്ലാഹു കൊടുത്തത്. പിന്നെ ബാക്കി വന്നതാണ് ലോകത്തുള്ള എല്ലാവർക്കും അല്ലാഹു വീതിച്ചു കൊടുത്തത്. ആ പ്രവാചകന്റെ സൗന്ദര്യത്തിന്റെ വലിപ്പം എത്രയാണ്? റസൂലുള്ളാഹിന്റെ സൗന്ദര്യത്തിന്റെ വലിപ്പം എത്രയാണ്? അതുകൊണ്ട് തന്നെ ദൂരനാടുകളിൽ നിന്ന് റസൂലുള്ളാഹിനെ പറ്റി കേട്ടറിഞ്ഞു വരുന്ന ആളുകള് തങ്ങൾ പറഞ്ഞതുപോലെ, ഉമർ ഉസ്താദ് പറഞ്ഞതുപോലെ, ഹബീബായ നബി തങ്ങളെ പറ്റി കേട്ടുകൊണ്ട് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കാൻ വേണ്ടി വരുന്നവരല്ല. സൽമാനുൽ ഫാരിസി തങ്ങളെ കണ്ടാൽ എല്ലാവരും ചിന്തിച്ചു പോകും, ഇതാണോ മുഹമ്മദ് റസൂലുള്ളാഹ്? ഏകദേശം അതുപോലെ സൗന്ദര്യമുള്ള സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. സഹോദരങ്ങളെ, ചിന്തിക്കണേ, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒരു ദിവസം ഒരു പൊതി കൊണ്ടുവരികയാണ്. ആ പൊതിക്കുള്ളിൽ എന്താണ് എന്ന് ആർക്കും തന്നെ അറിയില്ല. ആ പൊതി കൊണ്ടുവന്ന് ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, നീ ഇത് സൂക്ഷിച്ചു വെക്കണേ. എന്താണെന്ന് ഭാര്യ ചോദിച്ചിട്ട് പറഞ്ഞില്ല. നീ നിവർത്തി നോക്കണ്ട, നിന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. നാളുകൾ കഴിഞ്ഞുപോയി, മാസങ്ങൾ വർഷങ്ങളായി കഴിഞ്ഞുപോയി. സഹോദരങ്ങളെ, ഒരു ദിവസം മഹാനവറുകൾ പറഞ്ഞു, ആ പൊതി ഇങ്ങ് കൊണ്ടുവരുമോ? ആ പൊതി ഇങ്ങ് കൊണ്ടുവരുമോ? ആ പൊതി കൊണ്ടുവന്നു. സഹോദരങ്ങളെ, പൊതി നിവർത്തി വെച്ചു. എന്താണ് പൊതിക്കുള്ളിലെന്നറിയോ? കസ്തൂരിയാണ്, മണവസ്തുവാണ്. ഭാര്യയോട് പറഞ്ഞു, ഈ റൂം മുഴുവനും നീ കസ്തൂരി ഒന്ന് പുരട്ടുക. ഈ റൂം മുഴുവനും നീ കസ്തൂരി കൊണ്ടൊന്ന് പൂശണേ, മണവസ്തു പൂശണേ. ഈ റൂമിനകത്ത് മുഴുവനും പരിമളം വരട്ടെ. ഈ റൂമിനകത്ത് മുഴുവനും പരിമളം പരക്കട്ടെ. സഹോദരങ്ങളെ, റൂം മുഴുവനും പരിമളമായി, കസ്തൂരി കൊണ്ട് മനോഹരമായി, എത്ര ആസ്വാദ്യകരമായ സുഗന്ധമാണ് പരന്നൊഴുകുന്നത്. ആ സമയത്ത് ഭാര്യയോട് സൽമാനുൽ ഫാരിസി തങ്ങൾ പറഞ്ഞിരുന്നെന്നറിയോ? പെണ്ണെ, നീ കുറച്ചു നേരത്തേക്ക് ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കണം. എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, എന്നെ കാണാൻ ഒരു അതിഥി വരുന്നുണ്ട്. എന്നെ കാണാൻ ഒരു അതിഥി വരുന്നുണ്ട്. അത് നിന്നെ കാണാനല്ല, എന്നെ കാണാനാണ് വരുന്നത്. ഭാര്യയ്ക്ക് മനസ്സിലായില്ല. എന്തുകൊണ്ടെന്നറിയോ? ഭർത്താവിനെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് ആരെങ്കിലും കാണാൻ വരുന്നെങ്കിൽ എങ്ങനെയാണ് എനിക്ക് കാണാൻ കഴിയുക? കാണാനോ പാടില്ലല്ലോ. ആ ഭാര്യ മാറിക്കൊടുത്തു. സഹോദരങ്ങളെ, മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് കഥകൾ തുറക്കുന്നില്ല. ആള് പോയോ ആള് വന്നോ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഭാര്യ ഓടി വന്ന് കഥകങ്ങ് തുറക്കുമ്പോ സുബ്ഹാനല്ലാഹ്, സൽമാൻ ഫാരിസി തങ്ങള് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുകയാ. ആരാണ് തന്നെ കാണാമെന്ന് അതിഥി എന്നറിയോ? ഭാര്യ കാണേണ്ട ഭർത്താവായി തന്നെ മാത്രം കാണാനാണ് ഒരു അതിഥി വരുന്നു എന്ന് പറഞ്ഞ ആ അതിഥി വരുന്നതിന് മുമ്പ് റൂം മുഴുവനും പരിമളം പുരട്ടി കൊടുത്തത് ഏതൊരു അതിഥിക്ക് വേണ്ടിയിട്ടെന്നറിയോ? കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാത്ത, വലിയവരോട് ബഹുമാനം കാണിക്കാത്ത, കുടിലും കൊട്ടാരത്തിലും കടന്നു പോകുന്ന, അടിമയുടെയും ഉടമയുടെയും മുന്നിൽ കാൽമാടി ചെല്ലുന്ന, ആരുടെ വീട്ടിനകത്തും വരാൻ സാധ്യതയുള്ള ചിരിക്കാത്ത മലക്കെ കാബിലുള്ള മലക്ക് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീടിന്റെ ഘട്ടങ്ങളിലോട്ട് കടന്നു വന്ന് ചുറ്റുഭാഗത്തുള്ള മാലാകമാര് മംഗളമോടുന്ന അവസ്ഥയിലും മരിക്കണോ? അതിന് ഞാനും നിങ്ങൾ ചെയ്യേണ്ടത് ത്വയ്യിബീങ്ങളായി മരണപ്പെടണമെന്നാണ്. എന്ന് പറഞ്ഞാൽ വാക്കും പ്രവൃത്തിയും നന്നാക്കലാണ്. അല്ലാഹു അതിന് നമുക്ക് ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങളെ, നാവ് ശരിയാക്കണം. എന്റെ സഹോദരിമാരോടാണ് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോടാണോ പറയാനുള്ളത്? നാവ് നിങ്ങൾ നന്നാക്കണേ, നാവ് നിങ്ങൾ നന്നാക്കണേ. ആ ഒരൊറ്റ നാക്ക് കാരണമാണ് നിങ്ങൾ നരകത്തിൽ കൂടുതലായത്. ആ ഒരു നാക്ക് കാരണമാണ് നിങ്ങൾ നരകത്തിൽ ധാരാളമായത്. മിഅ്റാജിന്റെ യാത്ര കഴിഞ്ഞ് മുത്തുനബി മടങ്ങി വന്ന സഹാബത്തിനോട് തലേ ദിവസം നരകത്തിന്റെ ഭീകരതകളെ കണ്ടതിനെ വിശദീകരിച്ചു കൊടുക്കുമ്പോ ഹബീബായ നബി തങ്ങളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നബിയെ അവരെ ധാരാളം നരകത്തിൽ കടന്നത്? ആ സമയത്താണ് റസൂലുള്ളാഹി പറയുന്നു, യക്ഫുറുൽ അശീറ വൽ ഇഹ്സാൻ. അവരെ ഭർത്താക്കന്മാര് ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങളോട് നന്ദി കാണിക്കാതെ. എന്നിട്ട് നബി തങ്ങൾ വിശദീകരിച്ചത് നാവിന്റെ പ്രവൃത്തിയാണ്. കാലാകാലം നീ നന്മ ചെയ്തു കൊടുത്താൽ, വർഷങ്ങളോളം നല്ലത് ചെയ്തു കൊടുത്തു, ഇന്ന് നീ നല്ല വസ്ത്രം വാങ്ങിക്കൊടുത്തു, ഇന്ന് നല്ല ഭക്ഷണം വാങ്ങിക്കൊടുത്തു, എന്നും ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് നീ കൊണ്ടുപോയി, അവസാനം നിന്നിൽ നിന്ന് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, നിന്നിൽ നിന്ന് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒന്ന് ദർശിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും അർത്ഥത്തിൽ നിന്നെ നീ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഒന്ന് രുചി കുറഞ്ഞു പോയാൽ, നീ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രത്തിലെങ്ങാനും ഇഷ്ടപ്പെടാത്തത് കടന്നുപോയാൽ, ആ പെണ്ണ് പറയുന്നത് എന്താണ്? അല്ലെങ്കിലും ഇന്നേ വരെ നിങ്ങളിൽ നിന്ന് നന്മയൊന്നും ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളിൽ നിന്ന് ഞാൻ ഇന്നേ വരെ നല്ലതൊന്നും കണ്ടിട്ടില്ലല്ലോ. അത്രയും നാള് നീ ചെയ്തു കൊടുത്ത നന്മകളല്ല, ഏതോ ഒരു ദുർബല നിമിഷത്തിൽ നീ വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിന്റെ ന്യൂനതയിൽ പിടിച്ചു തൂങ്ങിയിട്ട് നിന്റെ പ്രിയപ്പെട്ട ഭാര്യ കാലങ്ങളോളം ചെയ്തു കൊടുത്തതിനെ മുഴുവനും തള്ളിപ്പറയുമ്പോൾ, എന്റെ പെങ്ങളെ, നിങ്ങളുടെ നാവ് കൊണ്ടാ നിങ്ങൾ നരകത്തിൽ ഏറ്റവും കൂടുതൽ പ്രവേശിക്കപ്പെട്ടതെങ്കിൽ നമ്മുടെ വാക്കും പ്രവൃത്തിയും നന്നായാൽ മാത്രമാണ് നമ്മൾ മരിക്കുമ്പോ മലക്കുകൾ സലാം ചൊല്ലുന്നത്. അല്ലാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി ഞാൻ നാലാമത്തത് പറയട്ടെ, ചുരുക്കി ഞാൻ പറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അൻആമിലൂടെ അല്ലാഹു പറയുകയാണ്, വലൗ തറാ الظالمون في غمرات الموت. ഖുർആൻ പറഞ്ഞ നാലാമത്തെ മരണമാണ്. ولو ترى إذ الظالمون في غمرات الموت والملائكة باسطوا أيديهم أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم من آياته تستكبرون. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വലൗ തറാ നബിയേ, നിങ്ങൾക്ക് കാണാം, ഇതിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്. ളാലിമീങ്ങൾ ഉണ്ടല്ലോ, അവർ മരണാസന്നരാകുമ്പോൾ, മരണാസന്നനാകുന്ന ളാലിമീങ്ങള്. ഉസ്താദേ, ളാലിം എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രിയപ്പെട്ട പെങ്ങളെ പറഞ്ഞു തരാ. ആ ളാലിമീങ്ങളെ പറ്റി പറയുമ്പോ നിങ്ങൾ ചിന്തിക്കും, പടച്ചവരെ, ഞാനൊരു ളാലിമല്ലേ, ഞാനൊരു ളാലിമല്ലേ? ളാലിമീങ്ങളെ പറ്റി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പ്രതിപാദിക്കുന്നത്. അല്ലാഹു പറയുന്നു, ഫീ ഗമറാത്തിൽ മൗത്ത്. സക്കറാത്തിന്റെ ഹാലത്തുന്ന സമയത്ത് മാലാകമാരെ കടന്നു വന്ന്, മലായികത്തുകളെ കടന്നു വന്ന് പറയുമത്രേ, ബാസിതു ഐദീഹിം, അവരുടെ കൈകൾ നീട്ടി പിടിച്ചുകൊണ്ടവര് പറയുകയാണ്, അഖ്രിജു അൻഫുസകും, അഖ്രിജു അൻഫുസകും, ഇറക്കി വിടടാ, നിന്റെ ആത്മാവിനെ ഇറക്കി വിടടാ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് എന്ത് വേദനയാണ് പ്രിയപ്പെട്ട പെങ്ങള്. ഇന്നലെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, വാനലോകത്ത് നിന്ന് മാലാകമാര് സ്വർഗത്തിന്റെ സുന്ദരമായ കഫൻ
പുടവയുമായി ആദ്യമേ വന്ന് നിലയുറപ്പിക്കുമെന്ന്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. വാനലോകത്തിനും അള്ളാന്റെ അദാബിന്റെ മലക്കുകളുണ്ടല്ലോ, അള്ളാഹുവിന്റെ ശിദ്ദത്തിന്റെ മലക്കുകളുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഇഖാബിന്റെ മലക്കുകളുണ്ടല്ലോ. അവര് ചിരിക്കൂല, അവര് പുഞ്ചിരിക്കൂല, അവർക്ക് സ്നേഹമില്ല, അവർക്ക് ദയയില്ല, അവർക്ക് കനിവില്ല, അവർക്ക് അലിവില്ല. അവര് കടന്നു വന്ന് അവരുടെ കൈകളിൽ അള്ള കൊടുത്തിരിക്കുന്ന നരകത്തിന്റെ കരിമ്പടമാണ്. ആ നരകത്തിന്റെ കരിമ്പടം പിടിച്ചുകൊണ്ട് അവർ നേരെ കടന്നു വന്ന് ഈ കിടക്കുന്ന മനുഷ്യന്റെ നാലു ഭാഗത്തും അങ്ങിരിക്കുമെന്നാണ്. അങ്ങനെയാണ് അസ്രായീൽ കടന്നു വരുന്നത്. അസ്രായീൽ കടന്നു വന്ന തലയുടെ ഭാഗത്തിരുന്നു കൊണ്ട് പറയുന്നു, അഖ്രിജു അൻഫുസകും, അഖ്രിജു അൻഫുസകും, ഇറക്കി വിടടാ നിന്റെ ആത്മാവിനെ, ഇറക്കി വിടടാ നിന്റെ ആത്മാവിനെ എന്ന് പറയുമ്പോ ആമത്തോടിന്റെ ഉള്ളിലേക്ക് ഒളിച്ചു പോകുമ്പോൾ ഈ റൂഹ് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ശരീരത്തിന്റെ ഉള്ളിലും മറയുകയാണ്. അങ്ങനെയാണ് മലക്കുകൾ പിടിച്ചിറക്കുന്നത്, അങ്ങനെയാണ് മാലാഖമാര് പിടിച്ചിറക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, റാളിയത്തിനും മർളിയത്തിനെന്ന് മരണത്തെ പറ്റിയിട്ട് ഒരു ഗ്ലാസിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുമ്പോൾ നമ്മുടെ റൂഹ് ശരീരത്തിൽ നിന്ന് വിട പറയുമ്പോൾ, സഹോദരങ്ങളെ, ഇവിടെ എങ്ങനെയെന്നറിയോ, ഒരു മുള്ളുള്ള വൃക്ഷത്തിലെങ്ങാനും നമ്മുടെ തുണിയൊന്ന് പിടിച്ചു പോയാൽ, ആ വൃക്ഷത്തിലേക്ക് എന്റെയും നിങ്ങളെയും തുണിയൊന്ന് പിടിച്ചു പോയാൽ, ആ തുണിയെ നമ്മൾ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നു, മുള്ളുള്ള മരം തിരിച്ചങ്ങോട്ട് പിടിക്കുന്നു, നമ്മൾ വീണ്ടും ഇങ്ങോട്ട് പിടിക്കുന്നു, മരം അങ്ങോട്ട് പിടിക്കുന്നു. ആ അവസ്ഥയിൽ റൂഹ് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അവസാനം പിടിച്ചു പറിക്കുകയാണ്, അവസാനം പിടിച്ചു പറിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പിടിച്ചു പറിച്ചുകൊണ്ട് ഈ ഇരിക്കുന്ന മാലാഖമാരുടെ കരിമ്പടത്തിനകത്ത് വെച്ചു കൊടുക്കുകയാ. ഇത് സ്വീകാര്യമായ ഹദീസാണ്. ഇതേതെങ്കിലും സിനിമയുടെ തിരക്കഥയല്ല, ഇതേതെങ്കിലും സീരിയലിന്റെ ക്ലൈമാക്സ് അല്ല, ഇതേതെങ്കിലും വാറോലകളുടെ പ്രതിപാദ്യ വിഷയമല്ല. ഇത് ഹബീബായ നബിതങ്ങള് സ്വീകാര്യമായ ഹദീസ് ഇന്ന് സുന്നത്ത് ജമാഅത്ത് പറഞ്ഞിട്ടുള്ള ആ ഹദീസിലൂടെയാണ് പ്രിയപ്പെട്ട മുത്തുനബി പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഖുർആനിന് പോൽ ബലഗമായി ഹബീബായ നബി തങ്ങളുടെ തിരുവചനങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കരിമ്പടത്തിനകത്ത് ഈ റൂഹങ്ങ് പൊതിയുകയാ. വല്ലാത്ത ദുർഗന്ധമാണത്രേ, വല്ലാത്ത ദുർഗന്ധമാണത്രേ. അങ്ങനെ ഈ മനുഷ്യന്റെ വൃത്തികെട്ട റൂഹുമാകത്തെ വാനലോകത്തേക്ക് കടന്നു പോവുകയാ. ഓരോ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന സമയത്ത് സഹോദരങ്ങളെ, മലക്കുകൾ ചോദിക്കും, ഇതാരുടെ ദുർഗന്ധം പിടിച്ച ശരീരമാ, ഇതാരുടെ ദുർഗന്ധം പിടിച്ച റൂഹാണ്. ആ സമയത്ത് മലക്കുകൾ നമ്മുടെ ഈ നാട്ടിലെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ കൊണ്ട് പരിചയപ്പെടുത്തുമെന്നാണ്. കള്ളുകുടിയനായ അബ്ദുള്ളയുടേതാണ്, പെണ്ണുപിടിയനായ മുഹമ്മദിന്റേതാണ്, പലിശക്കാരിയായ ഫാത്തിമയുടേതാണ്, സീരിയൽ കാണുന്ന ആയിഷയുടേതാണ് എന്ന് പറഞ്ഞ് ഇവിടത്തെ പ്രവർത്തനങ്ങളിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ പറഞ്ഞു വാനലോകത്തുള്ള മാലാഖമാരെ പരിചയപ്പെടുത്തിയിട്ട് നേരെ കൊണ്ടുപോകുമ്പോ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇല്ലിയീൻ എന്ന് പറയുന്ന വിശ്വാസികളുടെ റൂഹുകൾ പ്രവേശിപ്പിക്കപ്പെടുന്ന ഭാഗത്തല്ല ഇതിനെ പ്രവേശിപ്പിക്കുക. ഏഴാകാശങ്ങൾക്ക് താഴെയുള്ള സിജ്ജീൻ എന്ന് പറയുന്ന പ്രദേശത്താണ്. അല്ലാഹുവിന്റെ മുന്നിൽ കൊണ്ടുവെക്കോ താഴെ സിജ്ജീനിലേക്കെന്ന് പറഞ്ഞ് സഹോദരങ്ങളെ, മലക്കുകൾ വലിച്ചെറിയുമെന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, പടച്ചവൻ നമ്മളെ കാക്കട്ടെ. എനിക്കും നിങ്ങൾക്കും ഇത് അനുഭവിക്കേണ്ടി വന്നാൽ സഹോദരങ്ങളെ, നമുക്ക് നാളെ നരകമാണ്. അള്ളാഹുവേ, നമ്മളെ കാക്കണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, ലാലിമീങ്ങൾക്കാണ് ഈ ഗതി വരുന്നത്. ആരാണ് ലാലിമെന്നറിയോ? ആരാണ് ലാലിമെന്നറിയോ? ലാലിമെന്ന് പറഞ്ഞാൽ അക്രമി എന്നാണ്. ആരാണ് ളുൽമ ചെയ്യുന്നവൻ അക്രമി എന്നറിയോ? ഖുർആൻ പരിചയപ്പെടുത്തിയ 3 ളുൽമുണ്ട്. അതിലേതെങ്കിലും ഒരു ലാലിമ ഞാനും നിങ്ങളുമായാൽ പടച്ചവരെ, നമ്മുടെ കാര്യം അവതാളത്തിലാണ്. ഏതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ 3 ളുൽമെന്നറിയോ? ഒന്ന് പടച്ചവനുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹു പറഞ്ഞല്ലോ, ഇന്ന ശിർക ലളുൽമുൻ അലീം. അള്ളാഹുവിനോട് കാണിക്കുന്ന പങ്കു ചേർക്കലുണ്ടല്ലോ, അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന ശിർക്കുണ്ടല്ലോ, ആ ശിർക്ക് ളുൽമുൻ അലീമാണ്, ഏറ്റവും കഠിനമായ ളുൽമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള മുശ്രിക്കീങ്ങൾക്ക് പടച്ചതമ്പുരാനും മരണസമയത്ത് കൊടുക്കുന്ന വേദനാജനകമായ ശിക്ഷയാണ്. രണ്ടാമത്തെ ഒരു ളുൽമുണ്ട്. അത് എന്ത് ളുൽമെന്നറിയോ? മറ്റുള്ളവനോട് കാണിക്കുന്ന ളുൽമ. മനസ്സുകൊണ്ടോ വാചകങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ മറ്റുള്ളവനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പെങ്ങളെ,
കുഞ്ഞുങ്ങളെ പശ്ചാത്തപിച്ച് പൊരുത്തം ചോദിച്ചിട്ടല്ലാതെ മരിക്കല്ലേ. ഇവിടെ നമ്മൾ ആരോടെങ്കിലും ഒരു വാക്ക് കൊണ്ടെങ്കിലും നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? അത് ഏത് വിഷയത്തിലാകട്ടെ, നമ്മൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ മറ്റുള്ളവനെ വെറുത്തിട്ടുണ്ടെങ്കിൽ, അവനെ ഇഷ്ടപ്പെടാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പടച്ചവന്റെ മുമ്പിൽ എത്ര പാതിരാത്രി കുത്തിയിരുന്ന ദുആ ചെയ്താൽ, ഏത് ഹജറുൽ അസ്വദിന്റെ ചുവട്ടിൽ ചെന്ന് നിങ്ങൾ ദുആ എന്നാൽ, എത്ര കൈമാലയത്തിന്റെ കില്ല പിടിച്ചു പൊട്ടിക്കരഞ്ഞാൽ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, കക്കാടുള്ള നിന്റെ വീടിന്റെ പരിസരത്തുള്ള ഒരു അയലക്കാരിയായ പെണ്ണിനോട് മോശമായി സംസാരിച്ചിട്ട് അവള് പുറത്തു തരാതെ അല്ലാഹു നിനക്ക് പുറത്തു തരില്ല. നീ ഇനി 55 ഉംറ ചെയ്താലും ശരി, നീ 15 ഹജ്ജ് ചെയ്താലും ശരി, നിന്റെ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചാലും ശരി, നീ പള്ളിയുടെ കടം ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്തിയാലും ശരി, എന്റെ പൊന്നുപെങ്ങളെ, അല്ലാഹുവിന്റെ അടിമകളോട് എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവര് പുറത്തു തരാതെ പടച്ചോൻ പുറത്തു തരില്ല. നിന്റെ മരണസമയത്ത് വേദനയാണ് പെങ്ങളെ, വേദനയാണ് പെങ്ങളെ. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന കച്ചവടക്കാരുണ്ടെങ്കിൽ കേട്ടോ, ഒരു മനുഷ്യൻ മരിക്കാൻ നേരമെത്തിയപ്പോൾ അവിടുത്തെ ആളുകൾ ഓടി വന്ന് പള്ളിയിലെ പണ്ഡിതനോട് പറഞ്ഞു, ഇന്നയാള് സക്കറാത്തിലാണ്. അദ്ദേഹം ഓടി അടുത്തു വന്നു. എന്നിട്ട് കെലിമ പറഞ്ഞു കൊടുക്കാൻ നേരത്ത് ഇരുമ്പിന്റെ സൂചി, ഇരുമ്പിന്റെ ആണി കൊണ്ട് നെഞ്ചത്ത് കുത്തുന്ന വേദനയാണ്. റൂഹ് പിടിക്കാൻ നേരമാണ്. ഇരുമ്പിന്റെ ആണി നെഞ്ചത്ത് കുത്തിയിറക്കുന്ന വേദനയാണ്. കലിമ ചൊല്ലിയില്ലെങ്കിൽ പ്രശ്നങ്ങളില്ല, കലിമ ചൊല്ലാൻ നാവിയെടുത്തോ പ്രശ്നമാണ്. ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യയോട് ചോദിച്ചു, എന്ത് ഈ മനുഷ്യന് എന്താ ജോലി എന്ന് ചോദിച്ചു. ഈ മനുഷ്യന് കച്ചവടമാണ്. ഇയാള് കച്ചവടത്തിൽ കള്ളം കാണിക്കാറുണ്ടോ? അളവിലും തൂക്കത്തിലും കുറവ് വരുത്താറുണ്ടോ? ആ ഭാര്യ പറഞ്ഞു, ഇല്ല ഇല്ല, എന്റെ ഭർത്താവ് അങ്ങനെ ചെയ്യില്ല. എന്റെ ഭർത്താവ് ഇന്നേവരെ ഇഷ്ടമില്ലാത്ത ഒരു നയാ പൈസ ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ തന്നിട്ടില്ല. പക്ഷെ എന്റെ ഭർത്താവ് അശ്രദ്ധനായിരുന്നു. ഒരാൾ എന്തെങ്കിലും അളന്ന് തൂക്കി വാങ്ങിക്കൊണ്ടുപോയാൽ ആ തുലാസിന്റെ തട്ട് വൃത്തിയാക്കും മുമ്പ് അടുത്തയാൾക്ക് തൂക്കി കൊടുക്കുമായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് സുബ്ഹാനല്ലോ, മരിക്കാൻ നേരത്തെ കലിമ ചൊല്ലോ. റൂഹില് ശരീരത്തിലെ ഇരുമ്പിന്റെ ആണി കൊണ്ട് 2 തുലാസിന്റെ തൂക്കമറിയിക്കുന്ന ആണിയുണ്ടല്ലോ, അതുകൊണ്ട് നെഞ്ചത്ത് കുത്തുന്ന വേദനയാണ്. അയാള് കച്ചവടം നടത്തിയിട്ട് കള്ളത്തരം കാണിച്ചത് കൊണ്ടല്ല, അയാൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയത് കൊണ്ടല്ല. സഹോദരങ്ങളെ, പിന്നെ എന്താണ്? ഞാനൊരു സാധനം വാങ്ങാൻ വേണ്ടി ചെന്നു, എനിക്കൊരു സാധനം അളന്ന് തന്നു. അതിന്റെ അവശിഷ്ടങ്ങൾ, അതിന്റെ പൊടിപടലങ്ങൾ തട്ടിൽ കിടക്കുകയാണ്. അത് അടുത്തയാൾ വന്നപ്പോൾ അത് തൂത്തു തുടച്ച് കളയാതെ അതിൽ തന്നെ വാരിയിട്ട് വീണ്ടും അയാൾക്ക് തൂക്കിക്കൊടുത്തു. അല്ലാഹുവേ, ഈ ഒരൊറ്റ കാരണം കൊണ്ട് ആ മനുഷ്യന്റെ മരണസമയത്ത് ശക്തമായ വേദനയാണ്. മറ്റുള്ളവരോട് കള്ളത്തരം കാണിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷയില്ല. അതുകൊണ്ട് ലാലിമീങ്ങളെന്ന് പറഞ്ഞാലും മറ്റുള്ളവനെ ഉപദ്രവിക്കലുമാണ് ളുൽമ്. ഇനി ഖുർആൻ മറ്റൊരു ളുൽമ് പരിചയപ്പെടുത്തി. അത് അവനവനോട് കാണിക്കുന്ന ളുൽമാണ്. അവനവനോട് കാണിക്കുന്ന ളുൽമാണ്. നിസ്കരിച്ചില്ല, അത് ആരോട് കാണിക്കുന്ന ളുൽമ? പടച്ചോനുമായി ബന്ധപ്പെട്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ശിർക്ക്. അല്ലാത്തതൊന്നും അള്ളാഹ്ക്ക് പ്രശ്നമല്ല. നിസ്കരിച്ചില്ല, ആർക്കാ ദോഷം? നിനക്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് നമുക്ക് നമസ്കരിച്ചില്ല എങ്കിൽ നമുക്കാണ് അതിന്റെ ദോഷം, നിസ്കരിച്ചാൽ നമുക്കാണ് അതിന്റെ ഗുണം. ഈ ലോകത്തുള്ള എല്ലാവരും കൂടെ, ഇപ്പൊ കക്കാടുള്ള എല്ലാവരും തീരുമാനിച്ചു, നമുക്കിനി പുതിയ പള്ളിയൊക്കെ വന്നല്ലോ, നമുക്ക് എല്ലാവർക്കും നിസ്കരിക്കാം. അള്ളാഹ് ഒരു സ്റ്റെപ്പ് കൂടെ മുകളിലോട്ട് പോകൂല. ഇനി കക്കാടുള്ള എല്ലാവരും കൂടെ തീരുമാനിച്ചു, നമുക്കിനി നിസ്കാരം തന്നെ വേണ്ട. അള്ളാഹ് ഒരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങൂല. നമ്മൾ നിസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും ഹജ്ജിന് പോയാലും ദാനധർമ്മം ചെയ്താലും എല്ലാം നമുക്കാ ഗുണം, അള്ളാഹ്ക്കൊരു ഗുണവും ഇല്ല. നമ്മൾ ഇതൊക്കെ ഉപേക്ഷിച്ചിരിക്കട്ടെ. അതുകൊണ്ട് പടച്ചവനൊന്നുമില്ല, നമുക്ക് തന്നെയാണ് ദോഷം, നമുക്ക് തന്നെയാണ് കോട്ടമുള്ളത്. അത് മനസ്സിലാക്കുക. ഈ ളുൽമ പ്രവർത്തിക്കുന്നവൻ റബ്ബുമായിട്ടുള്ള ശിർക്കോ മറ്റുള്ളവരോട് കാണിക്കുന്ന ളുൽമോ നമ്മളോട് കാണിക്കുന്ന മറ്റുള്ള ളുൽമകളോ കാരണമായി മരണപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ അവസ്ഥയെപ്പറ്റി അള്ളാഹു പറഞ്ഞു. അവന്റെ അടുത്ത് വന്ന മലക്കുകൾ അഖ്രിജു അൻഫുസക്കും, ഇറക്കി വിടാ നിന്റെ ആത്മാവിനെ എന്ന് പറയും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാൻ, ഒരു ദിവസം റസൂല് പറഞ്ഞു, ആരൊരാളെ പടച്ചവനെ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ, മൻ അഹബ്ബല്ലാഹ ലിഖാ മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, അല്ലാഹനെ കാണാൻ ആരിഷ്ടപ്പെടുന്നുണ്ടോ, അഹബ്ബല്ലാഹു ലിഖാഹു, അവനെ കാണാൻ അല്ലാഹുക്കും ഇഷ്ടമാണ്. ആരൊരാളെ പടച്ചവനെ കാണാൻ വെറുക്കുന്നുവോ അവനെ കാണാൻ അല്ലാഹുവും വെറുക്കുകയാണ്. ഈ കണ്ണൂർ ജില്ലയിലെ കക്കാടുള്ള ഏതെങ്കിലും ഒരു പെങ്ങൾക്ക് റബ്ബിനെ കാണണമെന്ന് സന്തോഷമുണ്ടായാൽ, എന്റെ റബ്ബിനെ എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹം വന്നാൽ അല്ലാഹു നിങ്ങളെയും കാണാൻ കൊതിക്കുകയാണ്. നേരെ മറിച്ച് നിങ്ങൾക്ക് റബ്ബിനെ കാണാൻ വെറുപ്പാണോ, അല്ലാഹുക്കും വെറുപ്പാണ് നിങ്ങളെ കാണാൻ, പടച്ചവനും വെറുപ്പാണ് നിങ്ങളെ കാണാൻ. ഇത് പറഞ്ഞപ്പോൾ ആയിഷ ബീബി ഓടിച്ചെന്ന് നബിയോട് ചോദിക്കുന്നു, നബിയേ അകറാഹിയത്തുൽ മൗതി യാ റസൂലല്ലാഹ് വകുല്ലുനാ നക്റഹുൽ മൗത യാ ഹബീബല്ലാഹ്. നബിയെ, മരണത്തിനോടുള്ള വെറുപ്പാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് ഞങ്ങൾക്കുമുണ്ട്. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് നാള് ജീവിക്കണം, ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞങ്ങൾക്ക് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ചത് ഏതാണ്? ആ സമയത്ത് നബി തങ്ങൾ പറയുകയാണ്, ആയിഷ മനസ്സിലാക്കിക്കോ, അള്ളാഹുവിന്റെ റഹ്മത്തും പടച്ചവന്റെ സ്വർഗത്തെയും അള്ളാഹുവിന്റെ കാരുണ്യത്തെയും പറ്റി പറയുമ്പോ അതെനിക്ക് വേണമെന്ന് ആർക്ക് ആഗ്രഹം തോന്നുന്നുവോ, അതെനിക്ക് വേണമെന്ന് ആരൊരാൾ ചിന്തിക്കുന്നുവോ അവനെ കാണാൻ പടച്ചവന് സ്നേഹമുണ്ടത്രേ, അള്ളാഹുവിന് ഇഷ്ടമുണ്ടത്രേ. ഇനി പടച്ചവന്റെ ശിക്ഷയെ പറ്റി പറയുമ്പോ, അവന്റെ അദാബിനെ പറ്റി പറയുമ്പോ, ഏതൊരു മനുഷ്യനാണോ പടച്ചവനെ ഞാനെങ്ങനെ നിന്നെ മുമ്പിൽ വരിക, എന്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് വെറുപ്പാ നിന്നെ കാണാൻ, അല്ലാഹുവേ വന്നാലൊന്നുമില്ലല്ലോ, ഈ ഒരു ചിന്ത ആർക്കുണ്ടോ, കരിഹല്ലാഹു ലിഖാഹു, ഇവനെ കാണാൻ അല്ലാഹുവിനും വെറുപ്പാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു വെറുപ്പ് കൊണ്ടാണ് നമ്മൾ പുറത്തിറങ്ങാത്തത്. നമ്മുടെ ആത്മാവ് പേടിച്ചിട്ടാണ്. ആത്മാവിനറിയുമല്ലോ ഒന്നും ചെയ്തിട്ടില്ല, സുഹൃതങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇറങ്ങിയാൽ തന്നെ എനിക്ക് വല്ലാത്ത നഷ്ടമാണ്. അതുകൊണ്ടാണ് ശരീരത്തിൽ അടിഞ്ഞുകൂടാൻ തീരുമാനിക്കുന്നത്. ആ സമയത്താണ് മലക്കുകൾ നിർബന്ധിതമായി പിടിച്ചിറക്കുന്നത്. അല്ലാഹുവേ നിങ്ങളെ കാക്കണേ അല്ലാ. സഹോദരങ്ങളെ, അടുത്ത മരണത്തെ പറ്റി പറയുന്നത് ഇതിനോട് ബന്ധപ്പെട്ടാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അങ്ങനെ മാലാഖമാര് ഇറങ്ങടാ, ഇറക്കി വിടടാ നിന്റെ ആത്മാവെന്ന് പറയുമ്പോൾ, ഇറക്കി വിടടാ നിന്റെ ആത്മാവെന്ന് വിളിച്ചു പറയുന്ന സമയത്ത് ഇല്ല, ഇറക്കി വിടില്ല, കാരണം അമലുകളൊന്നുമില്ല. ആ സമയത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മലക്കുകൾ മർദ്ദിക്കുന്നത്. കേട്ടോ, മലക്കുകൾ മർദ്ദിക്കുന്നതാരെയാണ്? മലക്കുകൾ മർദ്ദിക്കുന്നതാരെയെന്നറിയോ? അല്ലാഹു പറയുകയാണ്, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായികതു യളരിബൂന വുജൂഹഹും വഅദ്ബാറഹും വദൂഖൂ അദാബൽ ഹരീഖ്. ഈ വിഭാഗത്തിൽ പെട്ടുപോകല്ലേ പെങ്ങള്, ഈ വിഭാഗത്തിൽ പെട്ടുപോകല്ലേ പ്രിയപ്പെട്ട ഉമ്മ. സഹോദരങ്ങളെ, അവരാരാണ്? വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായിക യളരിബൂന വുജൂഹഹും വഅദ്ബാറഹും. അല്ലാഹുവിന്റെ മാലാഖമാരെ കടന്നു വന്ന് ഇറക്കി വിടാ നിന്റെ ആത്മാവിനെ എന്ന് പറയുമ്പോൾ അവര് പലരുണ്ടല്ലോ, ചില ആത്മാക്കൾ പുറത്തു വരില്ല. അവർക്ക് ഭയമാണ്, കുഫ്രിയത്തുള്ള ആത്മാവാണ്, കാഫിരീങ്ങളുടെ ആത്മാക്കളാണ്. അത് പുറത്തു വരാതെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തില് യാതൊരു സൂക്ഷ്മതയും ഇല്ലാതെ ജീവിച്ചു അവസാനം മരണാസന്നനാകുന്ന സമയത്ത് ഇനി എനിക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ മടിച്ചു നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ എന്ത് ചെയ്യുമെന്നറിയോ? യളരിബൂന വുജൂഹഹും വഅദ്ബാറഹും. ഈ മനുഷ്യന്റെ മുഖത്തും അവന്റെ പുറകുവശത്തും അടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇത് അടുത്ത് നിൽക്കുന്ന മക്കൾക്ക് കാണാൻ കഴിയില്ല. അടുത്ത് നിൽക്കുന്ന ആശുപത്രിയിലെ മാലാഖമാരായ നഴ്സുമാർക്ക് കാണാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ആരാ കാണുക? ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പില് മലക്കുകൾ കടന്നു വന്ന്, അദാബിന്റെ മലക്കുകൾ കടന്നു വന്ന് ഇറക്കി വിടടാ നിന്റെ ആത്മാവിനെ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, അമലൊന്നുമില്ല. ആ സമയത്ത് ഞാനും നിങ്ങളും മരിക്കാൻ മടി കാണിക്കുകയാണ്. ആ സമയത്താണ് അല്ലാഹു പറയുന്നു, യളരിബൂന വുജൂഹഹും വഅദ്ബാറഹും. അവരുടെ മുഖത്തും അവരുടെ പിൻഭാഗത്തും അടി കൊടുക്കുകയാണ്. ഇത് ജീവിതത്തിൽ എന്റെ സഹോദരങ്ങളെ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഒരു സ്ഥലത്ത് ഇത് സംഭവിച്ചിട്ടുണ്ട്. എവിടെയെന്നറിയോ? ഇതൊരു നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്.
ലൈവായിട്ട് അവിടെയുള്ള മാലാകമാർ ഇറങ്ങി വന്ന് ചില ആളുകളുടെ മുഖത്തും ചില ആളുകളുടെ പിൻഭാഗത്തും അടിച്ചത് മുഫസ്സിരീങ്ങളെ രേഖപ്പെടുത്തുകയാണ്. ആരെയാണ്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ വിജയത്തിനു വേണ്ടി പോരാട്ടത്തിന്റെ പാതയിൽ ഇറങ്ങിയ ബദരീങ്ങളുണ്ടല്ലോ, ആ ബദരീങ്ങളോട് നേരിടാൻ വേണ്ടിയിട്ട് 1000-ൽ പരം വരുന്ന ശത്രുക്കൾ വരുന്ന സമയത്ത്, അവർ ഓടി അടുത്തേക്ക് വരുന്ന സമയത്ത് മലക്കുകൾ ഈ വിശ്വാസികളായ ബദരീങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരൊറ്റ അടിയാണ് അവരുടെ മുഖത്ത്. നിങ്ങൾ ചിന്തിക്കണം, മുഫസ്സിരീങ്ങൾ പറയാൻ ഓടി വിശ്വാസികൾ അടുത്തേക്ക് വരുന്ന സമയത്ത് വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് മലക്കുകൾ എന്ത് ചെയ്യും? ഒരൊറ്റ അടി അടിക്കും അവരുടെ മുഖത്ത്. യദ്രിബൂന വുജൂഹഹും. ഈ അടിയും കൊണ്ടുകൊണ്ട് ശത്രുക്കൾ തിരിച്ചു നടക്കുമ്പോൾ മുതുകത്തും ഒരു അടി കൊടുക്കും. ആ അടിയോടുകൂടി ചത്തു വീഴുമെന്ന് അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ.